തിരശ്ശീലയിലും അതിന് പുറത്തും തമിഴകം ക്യാപ്റ്റൻ എന്ന് അറിഞ്ഞു വിളിച്ചതാണ് വിജയകാന്തിനെ. അഴിമതിക്കെതിരെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ശോഭിക്കുന്ന യുവത്വത്തിന്റെ പ്രതീകമായിരുന്നു ഒരു കാലത്ത് തമിഴ് സിനിമയിൽ വിജയകാന്തെങ്കിൽ നിർമ്മാതാക്കളെ സംബന്ധിച്ച് മറ്റ് താരങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ വേർതിരിച്ചു നിർത്തുന്ന ഘടകങ്ങൾ ഉണ്ടായിരുന്നു. വിജയത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോഴും ഒരു സിനിമയുടെ വിജയത്തിന് വേണ്ടി എത്ര അധ്വാനിക്കാനുമുള്ള സന്നദ്ധതയായിരുന്നു അതിൽ പ്രധാനം. തിരക്കുള്ള കാലത്ത് ഒരേ ദിവസം തുടർച്ചയായി പല ഷിഫ്റ്റുകളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. പല തമിഴ് സൂപ്പർ താരങ്ങളുടേതുപോലെ സോഷ്യൽ ഡ്രാമകളായിരുന്നു വിജയകാന്തിന്റെ ഭൂരിഭാഗം ചിത്രങ്ങളും. ഗ്രാമീണ പശ്ചാത്തലത്തിൽ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വിജയകാന്തിന്റെ നായകനെ തമിഴകം വേഗത്തെ ഏറ്റെടുത്തു. പോലീസ് ഓഫീസറായി 20 ചിത്രങ്ങൾക്ക് മേൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ എന്നതിന് പുറമെ പുരട്ചി കളഞ്ഞർ എന്നും അവർ അദ്ദേഹത്തെ വിളിച്ചു. വലിയ പ്രശസ്തിയിൽ നിന്നിട്ടും മറ്റ് ഭാഷകളിൽ അഭിനയിച്ചിട്ടില്ലാത്ത അപൂർവം തമിഴ് താരങ്ങളിൽ ഒരാളുമാണ് വിജയകാന്ത്. നിർമ്മാതാക്കളെ സംബന്ധിച്ച് കീശ ചോരാതെ ലാഭം നേടാനുള്ള സാധ്യതയായിരുന്നു വിജയകാന്ത്. ലോ ബഡ്ജറ്റിലാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല ചിത്രങ്ങളിൽ പലതും ഒരുങ്ങിയത്. 80കളുടെ തുടക്കത്തിലാണ് കരിയറിൽ ഏറ്റവും തിരക്കുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയത്. 1984 മാത്രം 18 സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്തിയത്. ഡേറ്റ് കൃത്യമായി പാലിക്കാൻ അക്കാലത്ത് ദിവസം 3 ഷിഫ്റ്റുകളിൽ വരെ തുടർച്ചയായി അദ്ദേഹം അഭിനയിച്ചു. നിർമ്മാതാക്കളോട് എപ്പോഴും അനുഭാവപൂർണമായ സമീപനം പുലർത്തിയ വിജയകാന്ത് പലപ്പോഴും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തു. നാട്ടുകാർക്ക് വേണ്ടി നിലകൊള്ളുന്ന പഞ്ച് ഡയലോഗുകൾ പറയുന്ന വില്ലന്മാരെ ഒറ്റയ്ക്കിടിച്ചിടുന്ന നായകന്മാരെയാണ് വിജയകാന്ത് തുടക്കത്തിൽ അവതരിപ്പിച്ചതെങ്കിലും കരിയർ മുന്നോട്ട് നീങ്ങവേ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലും മാറ്റങ്ങളുണ്ടായി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 1988 പുറത്തിറങ്ങിയ സെന്തൂരപ്പൂവേ എന്ന ചിത്രം. PR ദേവരാജിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രത്തിൽ ക്യാപ്റ്റൻ സൗന്ദര്യ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. വിജയകാന്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരമാണ് ഈ ചിത്രത്തിലെ അഭിനയം സമ്മാനിച്ചത്. കരിയറിലെ 100ാം ചിത്രം വൻ വിജയമാവുന്നത് കാണാൻ ഭാഗ്യം ലഭിച്ച താരം കൂടിയാണ് അദ്ദേഹം. ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന ആ ചിത്രത്തിലൂടെയാണ് ക്യാപ്റ്റൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. 3 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ 150ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് വിജയകാന്ത്. ഏതൊരു ജനപ്രിയ ചലച്ചിത്ര താരത്തെയും പോലെ ഓർമ്മകളുടെ തിരശ്ശീലയിൽ മരണമില്ല അദ്ദേഹത്തിനും.